അപ്പോൾ സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രസിഡന്റായ സാജൻ കൊടിയൻ ഒരു യാത്രയൊരുക്കിയത് വിമാനത്തിൽ പറന്നാണ് യാത്ര. 3-ാം വാർഡിലുള്ള 22 തൊഴിലുറപ്പ് തൊഴിലാളികളും വെള്ളിയാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നെത്തിയത് സേലത്തേക്കായിരുന്നു. കൂട്ടത്തിൽ മറിയാമ്മ പൗലോസ് ഒഴികെയുള്ളവരെ എല്ലാം ആദ്യമായാണ് വിമാനത്തിൽ കയറിയത്. അതിൻ്റെ സന്തോഷം തീർച്ചയായും അവരുടെ മുഖങ്ങളിലുണ്ടായിരുന്നു. പ്രസിഡന്റിന്റെ സമ്മാനം ലഭിച്ചവരെല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഒരു ആഘോഷത്തിലാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് പ്രസിഡന്റ് സാജൻ അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെയൊരു സ്നേഹയാത്ര അല്ലെങ്കിൽ വിമാനത്തിൽ പറന്നുള്ള യാത്ര ഒരുക്കിയത്. അപ്പം ഞങ്ങളാണ് ഈ വർഷം ഫസ്റ്റ്, അതായത് ഏകദേശം നവംബർ 1 ഞങ്ങളുടെ വാർഡിലെ എല്ലാ തൊഴിലാളികളും 100 തികഞ്ഞ് വർക്ക് ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ ആ പ്രസിഡന്റ് ഭരണസമിതി തന്ന ഓഫറാണ് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് യാത്ര. അതിനാണ് ഞങ്ങളെല്ലാവരും കൂടി പോകാൻ റെഡിയായിരിക്കുന്നത്. എവിടേക്കാണ്? ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് സേലത്തേക്കാണ് പോകുന്നത്. ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ഇപ്പോൾ ഈ ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ അല്ലെങ്കിൽ കുടുംബശ്രീ ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരുടെയൊക്കെ യാത്രകൾ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാർ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കീശയിൽ പണം മുടക്കി അവർക്ക് അങ്ങനെ ഒരു യാത്ര ഒരുക്കുക എന്നത് പറഞ്ഞാൽ ഒരുപക്ഷെ അല്ലേ അത്ര സുപരിചിതമായ കാഴ്ചയല്ല. എങ്ങനെയായിരുന്നു യാത്ര? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആകാശത്ത് അവർക്കൊരു സന്തോഷം സമ്മാനിക്കാൻ തോന്നിയത്? തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിവേഷ്, ഒരുപാട് യാത്രകൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരുക്കി നൽകുകയോ അല്ലെങ്കിൽ എല്ലാവരും പണം നൽകി അങ്ങനെ പോവുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു വ്യക്തി തന്നെ 22 പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നൽകി അവരെ ഒരു ആകാശയാത്രയ്ക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 22 പേരിൽ ഒരാൾ ഒഴികെയുള്ള മറ്റാരും തന്നെ ഇതുവരേക്കും അവരുടെ ജീവിതത്തിൽ വിമാനത്തിൽ കയറിയിട്ടില്ല. വിമാനത്താവളത്തിൽ പോയിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. അതിൽ അത്രത്തോളം അവർ എക്സൈറ്റഡ് ആയിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദ്യം 100 ദിനം പിന്നിടുന്ന തൊഴിലാളികൾ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നൽകിയൊരു വാഗ്ദാനമായിരുന്നു. 100 ദിനം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരാദ്യം പിന്നിടുന്നോ അവർക്ക് വേണ്ടി ഇത്തരത്തിലൊരു ആകാശയാത്ര ഒരുക്കാമെന്നുള്ളത് സാജൻ കൊടിയൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതോടുകൂടി മാത്രം തീരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു സംഘത്തെയും കൊണ്ട് വീണ്ടും സാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം വീണ്ടും ഒരു വിമാനയാത്ര ഒരുക്കിയിട്ടുണ്ട്. അത്ര ഒരു 20-25 പേർക്കോളം വീണ്ടും ഇനി പോകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷം നൽകുന്നു, ഒരു ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ എല്ലാത്തിനും തങ്ങൾ കൂടി കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്നത്. ശരി. അപ്പോൾ എന്തായാലും